ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് തനി നാടൻ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇനി ഞാനിത് എങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഒന്ന് കാണിക്കാട്ടോ. നമ്മളിതാ ഇതേപോലെ നല്ലപോലെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതേപോലെ ഈ സൈഡിലുള്ളത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഒരു വേസ്റ്റാണ്. ചിലവർ പുഴുങ്ങി എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അത് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിവിടെ ഞണ്ട് നല്ല പോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു വശമൊക്കെ നല്ല പോലെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുക കേട്ടോ. ഈ ഒരു അടിവശത്തൊക്കെ നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഇനി ഇതാ അതിലേക്ക് വേണ്ട ഐറ്റംസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഞാനിതാ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു പിഞ്ച് ഉലുവ, അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്, ഇത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പെരിഞ്ചീരകം, ഇനി ഇതിലേക്ക് നമ്മൾ ചതുക്കിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില നമുക്ക് കീറിയിട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് റെഡിയായി വരണം. ഞാൻ ഈ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇത് എന്താ പറയുക, അതേപോലെ ഇങ്ങനെ ആക്കി കഴുകിയെടുത്തിട്ട് ഇടിക്കല്ലിയിലിട്ടൊന്ന് ഇടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ചതുക്കി എടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് റെഡി ആവട്ടെ. സവോള ചേർത്ത് കൊടുക്കാം, തക്കാളി, പച്ചമുളക്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ഞണ്ട് ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. 20 മിനിറ്റോളം നമുക്കിതെന്ത് ചെയ്യാം, ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാൻ ഫ്ലെയിം ഇവിടെ നല്ല പോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഞണ്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മട്ടൺ മസാലയാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി. എന്തൊരു സ്മെല്ലാണെന്നറിയോ, വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പൊറോട്ടയും. അപ്പോൾ നമ്മൾ ഡിന്നറിനാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.